ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. തുണി എടുക്കാൻ സമയമില്ലാത്ത ഒരുത്തി ഒരു യുവ നടിയെ തോൽപ്പിക്കാനായി അവളുടെ മുറിയിൽ മിഥിൽ രാജ് വന്നു. വെളുപ്പിന് 4 മണിക്ക് ഞാനത് കണ്ടു. ആരാ പറയുന്നേ? ഒരു ശീലാവതി വല്ലവനൊക്കെ കൂട്ടിക്കൊടുത്തിട്ട് വന്നിരിക്കുന്നു വക്കാലത്തിന്. പിന്നെ ഞാൻ അവക്ക് മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പരമനാറി പട്ടി കഴിവരടാ മോളെ. അവളത് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ വാചകം അടിക്കുന്ന കണ്ടപ്പോ ഭർത്താവ് ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തന്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവക്ക് മദ്യം. അപ്പൊ എവളും വെള്ളവാടിക്കാറിയാണെന്ന് മനസ്സിലായി. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഞാൻ 4 മണിക്ക് അവളുടെ റൂമിൽ ചെന്നപ്പോൾ മിഥിൽ രാജ് അവളുടെ റൂമിൽ ഇരിക്കുന്നു. ഇവളെന്തിനാ 4 മണിക്ക് വേറെ ഡ്യൂട്ടിക്ക് പോയിട്ട് പോയതായിരിക്കും. മനസ്സിലായോ? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ഇവക്ക് പോലീസിന്റെ ചുമതലയുണ്ടോ വല്ലവളുടെയൊക്കെ റൂമിൽ 4 മണിക്ക് റെയ്ഡ് നടത്താൻ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. എന്ത് പറയാൻ? എനിക്ക് ചിരിയാ വരുന്നത്. തനിക്കതിനുള്ള എന്ത് യോഗ്യതയുണ്ട് എന്നുകൂടി ഈ പറയുന്ന നപുംസകം ചിന്തിക്കണമായിരുന്നു. അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആണല്ലോ, എങ്കിൽ പിന്നെ പറയണ്ട. ഓടി അഹങ്കാരി. തൂറി തോപ്പിക്കുക എന്ന് പറയും പോലെ നാറ്റി തോപ്പിക്കാനാണ് ഈ കക്ഷി ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ അപ്പുറവും ചിലപ്പോൾ ഇനി പറയാം നാളെ. ഇവളെയൊക്കെ ഷോക്ക് അടിപ്പിച്ചു കൊല്ലണം. ഇവക്ക് ഷോക്ക് കൊടുത്താലേ അങ്ങ് പള്ളിവാസല ഫീസ് പോകും. അതാ ഇനം. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.